ഹലോ ഗൈസ്, ഹാപ്പി ഫാമിലി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്നല്ലേ? സൺഡേ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം ഞാനിത് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഹിസാറിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി മൊത്തം ഗൂഗിളിലൊക്കെ തപ്പി നോക്കി. ഹിസാറിലെ വിസിറ്റിംഗ് പ്ലേസസ് എല്ലാം ഒന്ന് നോക്കി. അതിലൊരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. അവസാനം നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടാ. ഇതാണ് ഫിറോസ് ഷാ പാലസ് കോംപ്ലക്സ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ്. ഹരിയാനയിലെ പുരാതന സ്മാരകങ്ങളിലൊന്നാണ് ഈ ഫിറോസ് ഷാ പാലസ്. അതിനിടയ്ക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ ലിയ, നമ്മുടെ സ്വന്തം പെറ്റ് ഡോഗ്. ചാർലി സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ ചാർലിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളെ ലിയയും യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് ലിയക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വീട്ടിലെന്തിന് വെറുതെ പാവത്തിന് ഒറ്റയ്ക്ക് ഇരുത്തുന്നത്, നമുക്ക് ഒന്നിച്ച് കൂട്ടിയാലോ എന്ന്. അപ്പോൾ ഇതാ ഫിറോസ് ഷാ പാലസിൻ്റെ മെയിൻ ഗേറ്റാണ് ഇത്. ഗേറ്റിലേക്കൂടെ അകത്തേക്ക് കയറാൻ പോവുകയെന്ന്. ഇതിനകത്തേക്ക് കയറണമെങ്കിൽ എൻട്രി ഫീസൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു പ്രൂഫ് മാത്രം കാണിച്ചാൽ മതി. ഫിറോസ് ഷാ പാലസ് കോംപ്ലക്സിനെ പറ്റിയിട്ട് അധികാരം അങ്ങനെ കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ അതിനെ പറ്റിയിട്ട് കുറച്ച് പറയാം. ഫിറോസ് ഷാ പാലസ് കോംപ്ലക്സ് 14-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ച് ഇതിനെ ഹരിയാനയിലെ പുരാതന സ്മാരകങ്ങളിലൊന്നായിട്ട് പ്രഖ്യാപിച്ചത്. ഹിസാർ ഇ ഫിറൂസ എന്നറിയപ്പെടുന്ന ഈ കൊട്ടാരം 1354-ലാണ് ഫിറോസ് ഷാ നിർമ്മിച്ചത്. ഫിറോസ് ഷായുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചത്. ഈ കോട്ടയ്ക്കുള്ളിലെ കൊട്ടാര സമുച്ചയത്തിന് ഒരു രാജകീയ പ്രവേശന കവാടം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്കിവിടെ വന്നപ്പോഴേ നമ്മളെ കണ്ണൂർ കോട്ടയും ബേക്കൽ ഫോർട്ടൊക്കെ ഓർമ്മ വന്നു. അതേപോലെ തന്നെയാണ് ഈ കോട്ടയും നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം കണ്ണൂർ കോട്ടയൊക്കെ സെയിം ആണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്കും തോന്നുന്നില്ലേ? ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഈ കോട്ടയ്ക്കുള്ളിൽ. ഒരുപാട് കാണാനും ഉണ്ട്, നടക്കാനും ഉണ്ട്, ഫോട്ടോയെല്ലാം എടുക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. I've seen things that you wouldn't believe. I was lost until I found that I'm invincible. Nobody gonna bring me down. Here we go.
Invincible. I'm invincible. Nobody gon' bring me down. അങ്ങനെ നമ്മൾ കോട്ടയ്ക്കുള്ളിലെല്ലാം കറങ്ങി തിരിഞ്ഞ് ഗേറ്റിൻ്റെ അടുത്തെത്തി. നമ്മൾ വന്ന ആ ഒരു സ്ഥലത്തെത്തി. ഗേറ്റിൻ്റെ അവിടെ ഫിറോസ് ഷാ പാലസിനെ പറ്റിയിട്ട് എല്ലാ ഡീറ്റെയിൽസും എഴുതി ചേർത്തിട്ടുണ്ട്. ഒരു ബോർഡിൽ ഇങ്ങനെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത സൺഡേ ഹിസാറിലെ മറ്റൊരു സ്ഥലമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.